ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം തച്ചോട്ടാവിൽ 4 സെൻറ്റിൽ പണിത ഒരു കിടിലം ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനുള്ള ഒരു കിടിലം ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം തച്ചോട്ടാവാണ് വരുന്നത്. നമ്മൾ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 250 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വീട് നമുക്ക് 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 4 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് വരുന്നത്. കണ്ടോ, ഒരു കാർ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ ഫുള്ള് നമുക്ക് കണ്ടോ ഗാർഡൻ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഗ്യാസ് വയ്ക്കാനുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു വർക്ക് ഏരിയയാണ്. നമുക്ക് അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അത് കാണാം. പിന്നെ ഈ വീടിന് പൈപ്പ് നമുക്ക് കിണറും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഭാഗത്ത് കിണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിന് കൂടാതെ ഈ ഭാഗത്ത് വന്നാൽ നമുക്ക് ഒരു വാട്ടർഫാൾ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു വാട്ടർഫാൾ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഇതാണ് നമുക്കിവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത് നമുക്ക് 8x6 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിൽ ഇവിടുത്തെ പാനൽ ഫുള്ള് വുഡൻ പാനലാണ് നമുക്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തൂണിൽ നമുക്ക് വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ തൂണിലും നമുക്കൊരു വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നമുക്ക് ഇവിടെ നിന്ന് കയറുന്ന എൻട്രൻസ് ഡോർ ഉണ്ടോ, ഇതാണ് വരുന്നത്. ഇത് ഫുള്ളും തന്നെ ലാവയാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒരു ലിവിങ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 16x12 ഡയമെൻഷനാണ്. ടൈല് കണ്ടോ, നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ ഇൻറ്റീരിയർ ഫുള്ള്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ചുമരിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് വാൾ സ്റ്റിക്കറാണ് നമുക്കിവിടെ സൈഡ് ചുമരിൽ ഈ ഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും വിശാലമായിട്ടാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ അത് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ ഫുള്ളും ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിൻ്റെ ബാക്കിൽ പുറകെ സൈഡ് മുകളിൽ കാണുന്നത് PVC പാനലാണ്. നമുക്കങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു മീഡിയം റേഞ്ചിലുള്ള TV ഒക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഇതാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഇനി കുറച്ചും കൂടി ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു വാഷിംഗ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷിംഗ് ഏരിയയുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. കണ്ടോ, ആ ഒരു മിററിൽ നോക്കിയാൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നല്ല വെള്ളച്ചാട്ടം. അത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതാ ഇവിടെ ഈ ഒരു കണ്ട ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ആർട്ട് വർക്ക് ഇവിടെ വരച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർഫാൾ രീതിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ഭാഗത്ത് അടിക്കുമ്പോൾ ഈ മിററിൽ കൂടെ കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കണ്ടോ. ഈ മിറർ സാധാരണ നമ്മൾ ഫേസ് ആണ് നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കാണ്. നല്ല ഭംഗിയായിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആ ഒരു പിക്ചർ. കൂടാതെ നമുക്കൊരു മിററും സിങ്ക് ബാക്കി ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് ഈ ഒരു സിങ്ക് തോന്നിയിട്ടുള്ളത്. തൊട്ടിപ്പുറത്താണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 16x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. സൈഡിൽ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇൻവെർട്ടറും CCTVയുടെ ക്യാമറയുടെ നമുക്ക് പോയിൻ്റൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ സീലിംഗ് വർക്ക് കണ്ടോ, നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്ക് ഓപ്പൺ കിച്ചൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കാണാം. നമുക്ക് ഇവിടെ വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഈ ഒരു മെറ്റീരിയൽ ഫുള്ളും തന്നെ നമുക്ക് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്കിവിടെ ഫുള്ളും കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ മൾട്ടിവുഡിൽ നമുക്ക് ചെയ്തിട്ടുള്ളതാണ് ഫുള്ളും വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതാണ് ഇവിടുത്തെ ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നത്. ഒരു ഗ്യാസ്, അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് ഈ ഭാഗത്താണ് നമുക്കൊരു സിങ്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്.
അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. തൊട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഫുള്ള് കവേർഡ് ആയിട്ടുള്ളതാണ്. രണ്ട് സൈഡും ഇവിടെ കവേർഡ് ആയിട്ടുള്ള വർക്ക് ഏരിയയാണ്. ഇവിടെ ഒരു വലിയൊരു സിങ്ക് ഇതിനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അത് നമുക്ക് കയറി കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സൈഡിൽ നമുക്ക് നേരത്തെ കണ്ട പോലെ വാൾ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ആയിട്ട് വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. ഇവിടെ 2 ഡോറ്, ഇവിടെയും ഒരു ഡോർ വന്നിട്ട് ഒരു മിറർ വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയൽ വരുന്നത്. ഈ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാറ്റേണാണ് നമുക്കിവിടെ ടൈല് വരുന്നത്. ബാക്കി ഷവർ എല്ലാ സംഭവവും ബ്രാൻഡ് ഫിറ്റിങ്സ് ഒരു ബാത്റൂമിന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കയറി കാണേണ്ടത്. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണ് നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ വുഡും ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഹാൻഡിൽസ് സൈഡിലത്തെ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹാൻഡിൽസ് വരുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ സൈഡിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഉണ്ടോ അവിടെ നിന്ന് നമുക്ക് നല്ല ലൈറ്റിങ് വീടിൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് നല്ല ലൈറ്റിങ് വീടിൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കയറി പോകുന്ന ഈ ഭാഗത്ത് ഒരു 3D ഫ്ലവറിൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3D ഫ്ലവറിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി ഇനി മുകളിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ 20x18 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ഇവിടെ, വീണ്ടും ഒരു ബെഡ്റൂം ഇപ്പുറത്ത് ഈ ഭാഗത്ത്, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അതിന് ഇൻ ഔട്ട് കണക്ഷൻ ഒക്കെ ഇതായി വരുന്നുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സീലിംഗ് ഉണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ വരുന്നത്. ഇവിടെ നല്ല ലൈറ്റിങ് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കിട്ടുന്ന രീതിക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂം കൂടെ കയറി കാണാം. ആദ്യം നമുക്കൊരു ലക്ഷറി സ്റ്റൈലിലുള്ള ഒരു ബെഡ്റൂമാണ് ആദ്യം കാണാൻ പോകുന്നത്. കണ്ടോ, ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ കയറി വരുമ്പം തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് 16x20 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് സീലിങ്ങിൽ വരുന്നത്. സൈഡിൽ മെയിൻ ഹൈലൈറ്റ് കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു വിൻഡോയും ആണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. നമുക്കൊരു കർട്ടൺ ഇട്ടാൽ തന്നെ നമുക്ക് ഇവിടുത്തെ ലൈറ്റിങ് കട്ട് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ പ്രൈവസി കിട്ടും. അതല്ല നമുക്ക് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തുവാണെങ്കിൽ നമുക്ക് പുറത്ത് ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു ചെയർ കിട്ടാതെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. പുറത്ത് നമുക്ക് ചെറിയൊരു ബാൽക്കണി ഏരിയ പോലെ നമുക്ക് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിൽ ഫുള്ള് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വാൾ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 ഡോറിലുള്ള ഒരു വാർഡ്രോബും ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫുള്ള് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ റൂമിൻ്റെ സൈഡിൽ ഈ ഭാഗത്തായിട്ടാണ് ഈ ഭാഗത്താണ് നമുക്കിവിടെ ഒരുങ്ങാനൊക്കെ ഉള്ള സ്പോട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്പോട്ട് ഒരുങ്ങാനായിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ മിററൊക്കെ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ബാക്കിയെല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമ്മൾ താഴെ കണ്ട പോലെ യൂസ് ചെയ്യുന്നത്. സ്പേസും അത്യാവശ്യമുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂം ബാക്കിയുള്ളത് നമ്മൾ കാണാം. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിന് നമുക്ക് ഇവിടെ വാൾ സ്റ്റിക്കർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇവിടെയും സീലിംഗ് വർക്ക് ഉണ്ടോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളും തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള റൂം കൊടുത്തിട്ടുണ്ട്. 4 ഡോറ് താഴെ തന്നെ വരുന്നുണ്ട്. പിന്നെ മുകളിൽ ധാരാളം സ്പേസ് താഴെയും വരുന്നുണ്ട്. ഇവിടെ വന്നെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള പ്രൊവിഷൻ പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്കിവിടെ മിററൊക്കെ വരുന്നത്. അത്യാവശ്യം വലിയൊരു മിറർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുങ്ങാനൊക്കെ അത് എളുപ്പമാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ ഇവിടെയും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോഴത്തേക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈല് തന്നെ വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന് ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെ കാണുന്നത് ഈ ഭാഗത്താണ് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ട സൈസ് തന്നെയാണ്. 14x12 ഡയമെൻഷനിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. മുകളിൽ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്.
സൈഡിൽ നമുക്ക് ഒരു സ്റ്റിക്കർ വർക്ക് ഇതായി ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു സ്പേസിലുള്ള ഇത്രയും സ്പേസുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് മെയിൻ ബാൽക്കണി വരുന്നത്. നമുക്ക് അതൊക്കെ കാണാം. 16x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മോള് നമുക്ക് സ്പോട്ട് ലൈറ്റ് ലൊക്കേഷൻ ലൈറ്റിംഗ് ഒക്കെയാണ് സീലിങ്ങിൽ വരുന്നത്. നല്ല സ്പേസ് ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു മിറർ, നമുക്ക് ഹാൻഡിൽസ് വരുന്നുണ്ട്. പിന്നെ 2 ചൈന ഡോളിൻ്റെ ഒരു പ്ലാന്റ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് വാൾ ടൈൽ ഈ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ബാൽക്കണിയുടെ ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് മുകളിൽ ടെറസിൽ പോകാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 97 ലക്ഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മുകളിലോ 1 കോടിക്ക് പുറത്തായപ്പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നെ വരിക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.